ലൈവുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഫെയർ പ്ലേയുടെ പാർട്ട് 3 പാർട്ട് 2 1 നമ്മൾ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാൻ മറക്കരുത്. ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി പാർട്ട് 3 ആണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ എടുത്തിരിക്കുകയാണ്. ഒരു 3ാമത്തെ ദിവസമാണ് അവധി പെട്ടിരിക്കുന്നത്. 3 ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പാർട്ട് 3 എടുക്കുന്നത്. പാർട്ട് 3 ആകുമ്പോൾ ഒരു 3 ദിവസത്തിൻ്റെ അവധി നോക്കിയിട്ട് വെച്ചു. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് കമൻറ്റ് ഇടാനാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ പേര് വേണം കമൻറ്റ് ഇടാൻ. പിന്നെ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇഷ്ടമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. പിന്നെ പാർട്ട് 1ഉം 2ഉം കണ്ടാൽ മാത്രം കേട്ടോ നിങ്ങൾക്ക് ഈ മനസ്സിലാവുള്ളൂ. ഇത് ഇത്രയും ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ട്വിസ്റ്റുകൾക്കൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പാരഗ്രാഫിനെ വളരെ വലിയ ട്വിസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. നമ്മളുടെ അൽഗുവിന് ഒരു ടൈറ്റായി മാറി. അൽഗുവിന് പൈസയുടെ കാര്യത്തിൽ ടൈറ്റായി മാറി. അവൻ്റെ ഒരു കാളവണ്ടിയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം കാളവണ്ടിയിലത്തെ ഒരു കാള മരിച്ചു. അപ്പം മറ്റേത് സിംജു സാഹു എന്ന് പറഞ്ഞ ഒരാൾക്ക് വിറ്റു. അപ്പം ആ ഗ്രാമത്തിലത്തെ ഒരു കാർ ഡ്രൈവറാണ്. അതായത് ഇങ്ങനെ ഇപ്പം നമ്മളുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ അവരുടെ നാട്ടിൽ ഒരു കാളവണ്ടിയും ബാക്കിയുള്ള ആളുകൾ കെട്ടിക്കൊണ്ട് ഒരാളിന് പൈസ വാങ്ങും. അങ്ങനെ അപ്പം ഒരു മാസത്തിനുള്ളിൽ ആ പൈസ അടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു മാസത്തിന് മുമ്പ് തന്നെ ആ കാള മരിച്ചു, ചത്തുപോയി. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞപ്പോ ആ കാളയുടെ പൈസയും ചോദിച്ച് അൽഗു ചെന്നു. അപ്പൊ സാഹുവിന് ഇഷ്ടായില്ല. സാഹു ഭയങ്കരമായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടേയിരുന്നു. അപ്പൊ സാഹുവിന് അത് ഭയങ്കര ദേഷ്യമായിട്ട് സാഹു പറഞ്ഞു, ഞാൻ നിനക്ക് ഇതിന്റെ പേരിൽ ഒരു ചില്ലറ പൈസ പോലും തരാൻ പോണില്ല. നീ എനിക്ക് തന്ന കൊള്ളില്ലാത്ത മൃഗത്തിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ഇതിന്റെ ഒരു ചില്ലറ പൈസ പോലും തന്നെ എനിക്ക് അവൻ ഞങ്ങൾക്ക് ഒരു ഗുണവും കൊണ്ടുവന്നില്ല എന്നും പറഞ്ഞു. എൻ്റെ കയ്യിൽ വേറൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ ക്യാമറയിൽ ചെറിയ ഇൻട്രപ്ഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഇതാണ്. നമ്മൾ സ്റ്റാൻഡ് വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റാൻഡ് വെച്ച് പോയതാണ്. സോറി ഗായ്സ്, സോറി. ഈ വീഡിയോയ്ക്ക് അതിന് വലിയ ഡിസ്ലൈക്ക് വരുത്തരുത്. നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാനും അതും കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ എനിക്കൊരു കാറുണ്ട്. ആ കാറിൽ നീ ഒരു മാസത്തോളം ഉപയോഗിച്ചു തിരിച്ചു തന്നു. അല്ലാതെ നിനക്ക് ആ ചത്ത പുള്ളക്കിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ഒരു പൈസ തരാൻ പറ്റും. അവനാണ് ദേഷ്യത്തോടെ പോയി. അപ്പോൾ അൽഗു ഈ കേസ് പഞ്ചായത്തിലോട്ട് കൊണ്ടുപോകാൻ അൽഗു തീരുമാനിച്ചു. അപ്പോൾ 2ാമത്തെ തവണ വീണ്ടും പഞ്ചായത്ത് നടന്നു. ആ 2 ആളുകളും ഇങ്ങനെ ആളുകളിലേക്ക് മീറ്റ് ചെയ്ത് അവരുടെ സപ്പോർട്ട് മേടിക്കുകയായിരുന്നു. എന്നിട്ട് പഞ്ചായത്ത് അതേ ദിവസം തന്നെ നമ്മുടെ സ്റ്റാൻഡിന് എന്തോ കുഴപ്പമുണ്ടോ തോന്നുന്നു. നമ്മുടെ സ്റ്റാൻഡ് പോലും നമുക്കിപ്പോൾ ശരിയാക്കാൻ പൈസ ഇല്ല. ഞങ്ങൾക്ക് നിങ്ങളാണ് കുറേ ആശ്രയം. കാരണം സ്റ്റാൻഡെങ്കിലും ശരിയാക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോസ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാർട്ട് 3 അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. വീണ്ടും സ്റ്റാൻഡ് ഞങ്ങൾക്ക് വേണ്ടി കിട്ടുമോ അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാർട്ട് 3 അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകുന്നത്. അപ്പോൾ ഇതുപോലുള്ള റെസ്പെക്റ്റില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ക്ഷമിക്കണം, അതാണ് 5ാമത്തെ എത്തുന്നതാണ്. 8 അടിക്കും എനിക്ക് എന്നിട്ട് പറഞ്ഞു അതായത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശബ്ദമാണ് ഇതിന്റെ ശബ്ദം എന്ന് പറഞ്ഞു. സാഹു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാഹു ഈ ജുമ്മൻ ശത്രുവായിട്ടുണ്ട്. അപ്പൊ സാഹു ജുമ്മന്റെ മിത്രമായിരുന്നു. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റായ ജുമ്മൻ ചോദിച്ചു, ഇത് സത്യമാണോ? അൽഗുവിന്റെ കേസ് പറഞ്ഞപ്പോൾ ഇത് സത്യമാണോ സാഹു എന്ന് ചോദിച്ചു. അപ്പൊ അതെ, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയത് കോടതി പോലെ വന്നതാണ്. സാഹു അവൻ്റെ അൽഗുവിൻ്റെ
റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി, അവൻ്റെ ജോലി മനസ്സിലാക്കി, അവൻ്റെ കടമ മനസ്സിലാക്കി. ഒരു ജഡ്ജ് അപ്പം അവൻ്റെ ഓഫീസിൻ്റെ ആ ഒരു മഹത്വം. ഇനിയിപ്പോൾ അവന് റിവെഞ്ച് എടുക്കാം. അവൻ വീണ്ടും വീണ്ടും അടിച്ചു. അത്രയും വലിയൊരു ഹൈ പ്രൈസ് വരുന്നുണ്ട്, അവന് റിവെഞ്ച് എടുക്കാം. അവൻ വീണ്ടും വീണ്ടും അടിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, എൻ്റെ പേഴ്സണൽ ഫീലിങ്സ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഫീലിങ്സ് ന്യായത്തിൻ്റെയും ഭാഗത്ത് കയറി വരുന്നുണ്ട്. അൽഗും സാഹുവും രണ്ടുപേരുടെയും കേസുകൾ പറഞ്ഞു. അവർ ക്രോസ് എക്സാമിൻ ചെയ്യാൻ വിളിച്ചു. ഒരു ക്രോസ് എക്സാമിൻ ചെയ്തിട്ട് ആ കേസ് ഡീപ്പായിട്ട് നോക്കി. എന്നിട്ട് പിന്നെ ജുമ്മൻ നീക്കുന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ സാഹു ആ ബുള്ളക്കിൻ്റെ പൈസ, ആ കാളയുടെ പൈസ അൽഗുവിന് കൊടുക്കണം. സാഹു ആ ബുള്ളക്കിന് ആ കാളയെ വായിച്ചപ്പോൾ അതിന് ഒരു അസുഖവും ഉണ്ടായിരുന്നു. അത് മരിച്ചത് സാഹുവിൻ്റെ തെറ്റല്ല എന്ന് പറഞ്ഞു. അതിന് അൽഗുവിൻ്റെ തെറ്റില്ല, അൽഗുവിനെ അതിന് പേരിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അൽഗുവിന് അവരവിടെ വെച്ച് കരഞ്ഞത്. കുറച്ച് നേരത്തിന് ശേഷം ചുമ്മൻ അൽഗുവിൻ്റെ അടുത്ത് നിന്ന് പഞ്ചായത്ത് കഴിഞ്ഞത് തൊട്ടിട്ട് പറഞ്ഞു, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തൊട്ട് ഞാൻ നിന്റെ ശത്രുവായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ഫ്രണ്ടും ഇല്ല, ഒരു ശത്രുവും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവന് ന്യായം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ന്യായം മാത്രമേ വിധിക്കാനുള്ളൂ. അപ്പം അഞ്ഞ് മിത്രമായ ശത്രുവായി കൃത്യമായുള്ള ന്യായം മാത്രമേ ഞാൻ വിധിക്കൂ എന്ന് പറഞ്ഞു. അപ്പം അൽഗ് തൻ്റെ കണ്ണീര്, അതായത് ജുമ്മനും ആ സമയത്ത് കണ്ടു. അങ്ങനെ രണ്ടുപേരുടെ കണ്ണീരുകൾ അവരുടെ ആ ഒരു ശത്രുതയുടെ അഴുക്ക് അവരുടെ മുഖത്ത് നിന്ന് മായ്ച്ചു കളഞ്ഞു. പിന്നെ അവർ വീണ്ടും ഫ്രണ്ട്സ് ആയി. നിങ്ങളെല്ലാവരും വിചാരിച്ചത് നാളെ ജുമ്മന് അങ്ങനെ വിധിച്ചുകൂടിയെന്ന് വിചാരിക്കുക, പക്ഷെ ജുമ്മൻ അതേപോലെയല്ല. അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഇത്രയും ട്വിസ്റ്റുള്ള ഒരു വീഡിയോ, ഈ 3 പാർട്ടുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ സമൂഹത്തെ ബോധവാന്മാരാക്കണം. അപ്പം ഇനി ഞങ്ങൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ ബൈ ബൈ.